നീറ്റ് പരീക്ഷാ വിഷയത്തിൽ പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയ സിനിമാ സെലിബ്രിറ്റികൾക്കെതിരെയും ചലച്ചിത്ര മേഖലയിലെ തെറ്റായ പ്രവണതകൾക്കെതിരെയും രൂക്ഷ വിമർശനവുമായി നടൻ സന്തോഷ് പണ്ഡിറ്റ് രംഗത്ത്. ചില സിനിമകൾ കൊണ്ട് വിദ്യാർത്ഥികൾക്കുണ്ടാകുന്നത്ര ഉപദ്രവം നീറ്റ് പരീക്ഷ രണ്ടാമത് എഴുതിയതുകൊണ്ട് സമൂഹത്തിന് ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ അഭിപ്രായപ്പെട്ടു. ഡൽഹിയിൽ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന സമരങ്ങളെയും അതിന് പിന്തുണ നൽകുന്ന സിനിമാ താരങ്ങളെയും നിശിതമായി വിചാരണ ചെയ്യുന്നതാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ്. നീറ്റ് പരീക്ഷ കുട്ടികളുടെ ഭാവി എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ ചില സിനിമാ സെലിബ്രിറ്റികൾ ബഹളം വയ്ക്കുന്നത് സിനിമയുടെ ഇൻഡയറക്റ്റ് പ്രൊമോഷനാണോ അതോ FCRA ഫണ്ട് നിയന്ത്രണവും ദേശീയ അവാർഡ് കിട്ടാത്തതിന് ദേഷ്യവുമാണോ എന്ന് സന്തോഷ് പണ്ഡിറ്റ് ചോദിക്കുന്നു. സ്വന്തം സംഘടനയിലെ പ്രശ്നങ്ങൾ പോലും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് പരിഹരിക്കാൻ പറ്റാത്തവരാണ് ഇന്ത്യയിലെ നീറ്റ് പ്രശ്നം പരിഹരിക്കേണ്ട രീതിയെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവിടെ ഉശിരുള്ള ആൺകുട്ടികളുണ്ട്. കുട്ടികളുടെ ഭാവിയിൽ സത്യസന്ധമായ ആശങ്കയുള്ള സിനിമാക്കാർ ആദ്യം സ്വന്തം മേഖല തിരുത്താൻ തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. മദ്യം, കഞ്ചാവ്, ലഹരി ഉപയോഗം, സ്ത്രീ വിരുദ്ധത, തെറി ഭാഷ എന്നിവ സ്വന്തം സിനിമകളിൽ നിന്നും ഒഴിവാക്കാൻ ഇവർ തയ്യാറാകണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന തരത്തിലുള്ള അതിക്രമങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇവർ മുന്നിട്ടിറങ്ങുമോ? ചലച്ചിത്ര മേഖലയിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നവരെ പൊതുജന മധ്യത്തിൽ കൊണ്ടുവരാൻ ഇവർ തയ്യാറാണോ? കേരളത്തിൽ പൂർണ്ണ മദ്യനിരോധനം ആവശ്യപ്പെടാൻ ഈ സെലിബ്രിറ്റികൾ മുന്നോട്ട് വരുമോ? മുൻകാലങ്ങളിൽ AIP, MT, CBSE, വ്യാപം ഉൾപ്പെടെ നിരവധി ചോദ്യപേപ്പർ ചോർച്ചകൾ ഉണ്ടായപ്പോഴും PSC പരീക്ഷകൾ റദ്ദാക്കിയപ്പോഴും ഈ സെലിബ്രിറ്റികൾ ആരും പ്രതികരിച്ചിരുന്നില്ലെന്നും അന്നൊന്നും മന്ത്രിമാർ രാജിവെച്ചിരുന്നില്ല എന്നും സന്തോഷ് പണ്ഡിറ്റ് ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ദി പബ്ലിക് എക്സാമിനേഷൻ ആക്ട് 2024 കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന ഒന്നാണ്. നീറ്റ് കേസിൽ അതിവേഗം CBI അന്വേഷണം നടക്കുകയും പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും റീ എക്സാം നടത്തി ഫലം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. എന്നാൽ ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞും പൊതുമുതൽ നശിപ്പിച്ചും ആകരുത് അത് നടത്തേണ്ടത്. ഇന്ത്യയിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ വിദേശ ഏജൻസികളുടെ കളിപ്പാവകളാകുന്ന ചെറുപ്പക്കാരെക്കുറിച്ച് പൊതുജനം ജാഗ്രത പുലർത്തണമെന്നും സന്തോഷ് പണ്ഡിറ്റ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി. അതേസമയം നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധം ശക്തമായി തുടരുന്നതിനിടെ സമരം ചെയ്യുന്ന CJP പ്രതിനിധികളോട് ചർച്ചയ്ക്ക് അഭ്യർത്ഥിച്ച് കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. 24 മണിക്കൂറിനിടെ 4 തവണ വിദ്യാർത്ഥി പ്രതിനിധികളെ ചർച്ചയ്ക്ക് സമീപിച്ചെന്നും എപ്പോൾ വേണമെങ്കിലും എത്ര സമയവും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഉച്ച മുതൽ അവരുടെ പ്രതിനിധികളുമായി ചർച്ചകൾക്ക് സർക്കാർ 4 തവണ സമീപിച്ചു. എല്ലാ യുവ സുഹൃത്തുക്കളുമായും സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണ്. എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് എല്ലാ വിഷയങ്ങളും ചർച്ചകൾക്ക് തയ്യാറാണ്. സർക്കാരിന് യാതൊരു മുൻവിധികളില്ല എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുള്ള സഹമന്ത്രി കൂടിയായ ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി. തങ്ങൾക്ക് ഇക്കാര്യത്തിൽ അഭിമാന പ്രശ്നമില്ലെന്നും താനും ആരോഗ്യമന്ത്രി JP നദ്ദയും ചർച്ചയിൽ സർക്കാരിനെ പ്രതിനിധീകരിക്കുമെന്നും ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ചർച്ചകൾക്കായി ഒരു സൗകര്യപ്രദമായ അന്തരീക്ഷം ഉറപ്പാക്കാൻ നിർദ്ദിഷ്ട യോഗസ്ഥലം തിരഞ്ഞെടുക്കാൻ കേന്ദ്രമന്ത്രി പ്രതിഷേധക്കാരോട് ആവശ്യപ്പെടുകയും ചെയ്തു.